ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ നേരുന്നു. അപ്പോൾ എനിക്ക് ഓണത്തിൻ്റെ വൈബ് കിട്ടിത്തുടങ്ങിയത് ഇന്ന് തൊട്ടാണ് കേട്ടോ. സാധാരണ എല്ലാവർക്കും എല്ലായിടത്തും തന്നെ സെലിബ്രേഷൻസൊക്കെ നേരത്തെ തുടങ്ങും. പക്ഷേ എനിക്ക് എന്താണോ ഇപ്രാവശ്യം ഒരു ഓണത്തിൻ്റെ ആ ഒരു സംഭവം എനിക്ക് കിട്ടിയില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെയാണ്, വർക്ക് ഫ്രം ഹോം ആണ്. അപ്പോൾ ഓഫീസിലൊക്കെ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് മിസ് ചെയ്തു. പിന്നെ ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളിയിലെ ഒരു കുടുംബ കൂട്ടായ്മയുടെ ഒരു സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ അതാണ് നമുക്കൊരു ഓണത്തിൻ്റെ ഒരു വൈബ് തരുന്ന സംഭവം. പക്ഷേ അതും ഇപ്രാവശ്യം ഓണം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഓണത്തിന് മുമ്പുള്ള പ്രിപ്പറേഷൻ അതൊന്നും ഇപ്രാവശ്യം നടന്നില്ല. സോ ഇന്ന് നാളെ അവധിയാണ്. അപ്പോൾ അവധി വന്നപ്പോഴാണ് ഓണമായി എന്നുള്ളൊരു സംഭവം മനസ്സിലായത്. സോ നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തുള്ള നമ്മുടെ ഓണം സെലിബ്രേഷൻ, ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ നേരത്തെ പോയി നമ്മുടെ ഡ്രസ്സ് സെറ്റാക്കുന്നു, അതിന് വേണ്ടിയിട്ടുള്ള മാല, കമ്മൽ, വള ഇതൊക്കെ മേടിച്ച് വയ്ക്കുന്നു. അപ്പോൾ ഓണത്തിന് മുമ്പേ തന്നെ നമ്മൾ ഓണത്തിന് എല്ലാം സെറ്റായിട്ടിരിക്കും. അപ്പോൾ ഇപ്രാവശ്യം എനിക്കതൊക്കെ ശരിക്കും നല്ല രീതിയിൽ മിസ് ചെയ്തു. ആൻഡ് ഇപ്പോഴും നമ്മൾ ആ ഒരു ഓണത്തിൻ്റെ അതിലേക്ക് എത്തുന്നതേ ഉള്ളൂ ഇപ്പോൾ. സോ എൻ്റെ ഓണക്കോടി വരെ ഇപ്രാവശ്യം ഓണം കഴിഞ്ഞിട്ടാണ് എനിക്ക് കിട്ടുന്നത്. സോ ഐ തിങ്ക് നമ്മുടെ ലൈഫിൽ ഓരോ ഫേസിലും നമ്മുടെ സെലിബ്രേഷൻസിൻ്റെ രീതികൾ മാറും. നമ്മുടെ സെലിബ്രേഷൻസിനോടുള്ള എക്സൈറ്റ്മെൻറ്റ് ഇങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ചിലരൊക്കെ വിചാരിക്കുന്നുണ്ട് ഓണമല്ലേ എന്ത് സെലിബ്രേറ്റ് ചെയ്യാനെന്നൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നു ആസ് ലോങ് ആസ് വി ആർ ഹെൽത്തി, ആസ് ലോങ് ആസ് വി ആർ ഹാപ്പി, നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന പോലെ അത്രയും ഗ്രാൻഡായിട്ടൊന്നും എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ എല്ലാവരും ഫോട്ടോസ് ഇടുന്ന പോലെ ഒന്നും ചിലപ്പോൾ നമുക്ക് ഇടാൻ പറ്റിയെന്ന് വരത്തില്ലായിരിക്കാം. പക്ഷേ ദാറ്റ്സ് ഓക്കെ. നമ്മുടെ വീട്ടിൽ തന്നെ ചെറിയ രീതിയിൽ വല്ല പൂക്കൾ ഇടാനോ അല്ലെങ്കിൽ സദ്യ ഒരുക്കാനോ ഒക്കെ പറ്റുവാണെങ്കിൽ ഐ തിങ്ക് ദാറ്റ് ഈസ് മോർ ദൻ ഇനഫ്. എനിക്കൊന്നും നമ്മളിപ്പോഴും പറയത്തില്ലേ, ഹാപ്പിനെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണെന്ന് പറയത്തില്ലേ. അപ്പോൾ ഈ സെലിബ്രേഷൻസും ഒരു ക്രിയേഷൻ ഓഫ് ഹാപ്പിനെസ് ആണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു, ആ ദിവസത്തിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബും ഒരു ഹാപ്പിനെസ്സൊക്കെ ഉള്ളിൽ കിട്ടുമല്ലേ. അതനുസരിച്ച് നമ്മൾ നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും നമ്മൾ കുറേ നാൾ കഴിയുമ്പോൾ ആലോചിക്കുന്ന നല്ല മെമ്മറബിൾ ആയിട്ടുള്ള ദിവസങ്ങൾ. ഞാൻ പണ്ട് അന്നത്തെ ഒരു ഓണത്തിന് ആരും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ എനിക്കൊരു മൂഡില്ലായിരുന്നു, എന്നിട്ട് ഞാനൊരു പായസം വെച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർത്ത് സന്തോഷിക്കുന്നതൊക്കെ. സോ ലെറ്റ് സെലിബ്രേറ്റ് ഓണം ഇൻ our own ways, അല്ലേ. So once again wishing you all a very happy Onam.